ഭൂമിയിലെ ഏറ്റവും രഹസ്യമായ സ്ഥലം ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? വൈറ്റ് ഹൗസ്, പെൻറ്റഗൺ അല്ലെങ്കിൽ CIA ഹെഡ്ക്വാർട്ടേഴ്സ്? പക്ഷേ ഇവയേക്കാൾ എല്ലാം കൂടുതൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലം അമേരിക്കയിലുണ്ട്. അവിടെ സാധാരണ ജനങ്ങൾക്ക് പ്രവേശിക്കുക അസാധ്യം. പ്രത്യേക അനുമതിയില്ലാതെ വിമാനങ്ങൾക്ക് പോലും അതിന് മുകളിലൂടെ പറക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അമേരിക്ക വർഷങ്ങളോളം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. ഇൻ്റർനെറ്റിൽ ചിലർ പറയുന്നു അവിടെ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ഗവേഷണമാണ് നടക്കുന്നതെന്ന്. മറ്റു ചിലർ അതിലും അപ്പുറം പല വിചിത്ര ഗൂഢാലോചനകളും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ഏലിയനുകളാണോ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും രഹസ്യമായ സൈനിക പദ്ധതികളാണോ അവിടെ നടക്കുന്നത്? ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലോകം മുഴുവൻ ഭയത്തോടും കൗതുകത്തോടും നോക്കുന്ന ഏരിയ 51ലേക്കാണ്. ഏരിയ 51 എവിടെയാണത്? ഏരിയ 51 അമേരിക്കയിലെ നെവാഡയിലെ മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും കണ്ണെത്താ ദൂരത്തോളം മരുഭൂമി. അടുത്ത് ഗ്രാമമില്ല, നഗരമില്ല, ആളുകളുടെ തിരക്കുമില്ല. ഇത്രയും ആളൊഴിഞ്ഞ സ്ഥലം അമേരിക്ക വെറുതെ തിരഞ്ഞെടുത്തതല്ല. വർഷം 1955. ലോകം കോൾഡ് വാറിൻ്റെ നടുവിലായിരുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും പരസ്പരം ചാരപ്പണി നടത്തുകയായിരുന്നു. അമേരിക്കയ്ക്ക് പുതുതായൊരു ചാരവിമാനം രഹസ്യമായി പരീക്ഷിക്കേണ്ടി വരുന്നു. അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരുന്നു ഈ മരുഭൂമി. അങ്ങനെയായിരുന്നു ഏരിയ 51 രൂപം കൊള്ളുന്നത്. പക്ഷേ ഒരു സാധാരണ വിമാന പരീക്ഷണ കേന്ദ്രം എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗൂഢാലോചനകളുടെ കേന്ദ്രമായി മാറിയത്? അതിന് പിന്നിൽ നടന്ന ഒരു സംഭവമാണ് എല്ലാം മാറ്റിമറിച്ചത്. 1950കളുടെ അവസാനത്തിൽ അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും ആളുകൾ ആകാശത്ത് വിചിത്രമായ പ്രകാശങ്ങൾ കാണുവാൻ തുടങ്ങി. സാധാരണ വിമാനങ്ങളെക്കാൾ വളരെ ഉയരത്തിൽ, വളരെ വേഗത്തിൽ അവ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ജനങ്ങൾ ഉടൻ ഒരു നിഗമനത്തിലെത്തി, അത് ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ കണ്ടത് മറ്റൊന്നായിരുന്നു. ഏരിയ 51ൽ പരീക്ഷിച്ചിരുന്ന U2 സ്പൈ പ്ലെയിൻ. അന്നത്തെ സാധാരണ വിമാനങ്ങൾക്ക് എത്താൻ പോലും കഴിയാത്ത ഉയരത്തിലായിരുന്നു അത് പറന്നിരുന്നത്. അതുകൊണ്ട് താഴെ നിന്ന് നോക്കുന്നവർക്ക് അത് അന്യഗ്രഹ വാഹനം പോലെ തോന്നി. പക്ഷെ അമേരിക്ക ഉടൻ സത്യം പുറത്തുവിട്ടില്ല. കാരണം അത് അതീവ രഹസ്യ സൈനിക പദ്ധതിയായിരുന്നു. അവിടെയാണ് സംശയങ്ങൾ തുടങ്ങിയത്. അമേരിക്ക എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ആ ഒരു സംശയം പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ഗൂഢാലോചനകളിൽ ഒന്നായി വളർന്നു. എന്നാൽ ഏരിയ 51നെ ലോകപ്രശസ്തമാക്കിയത് ഈ സംഭവമൊന്നും ആയിരുന്നില്ല. ഒരു മനുഷ്യൻ്റെ വെളിപ്പെടുത്തലായിരുന്നു എല്ലാം മാറ്റിമറിച്ചത്. ബോബ് ലാസറിൻ്റെ വെളിപ്പെടുത്തൽ. വർഷം 1989. ഒരു അഭിമുഖം ലോകമെമ്പാടും വലിയ വാർത്തയായി. അഭിമുഖത്തിൽ സംസാരിച്ച വ്യക്തിയുടെ പേര് ബോബ് ലാസർ. അദ്ദേഹം പറഞ്ഞത് കേട്ട് ലോകം ഞെട്ടിത്തെറിച്ചു. ഞാൻ ഏരിയ 51ന്റെ സമീപത്തുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റുകൾ ഉണ്ടായിരുന്നു. അവ തുറന്ന് പരിശോധിക്കുകയായിരുന്നു എൻ്റെ ജോലി. അവയുടെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കി മനുഷ്യ സാങ്കേതിക വിദ്യയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഈ വാദങ്ങൾ ശരിവെക്കുന്ന വിശ്വസനീയമായ തെളിവുകൾ ഇന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലർ അദ്ദേഹത്തെ വിശ്വസിച്ചു, മറ്റു ചിലർ അദ്ദേഹം പറയുന്ന കഥകൾ വെറും കെട്ടുകഥകളാണെന്ന് ആരോപിച്ചു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ബോബ് ലാസറിന്റെ അഭിമുഖത്തിന് ശേഷമാണ് ഏരിയ 51 ലോകമെമ്പാടും ചർച്ചയായത്. ഇവിടെയാണ് മറ്റൊരു കൗതുകരമായിട്ടുള്ള കാര്യം. ഏരിയ 51ലേക്ക് പോകുന്ന റോഡുകളിൽ വലിയ മുന്നറിയിപ്പ് ബോർഡുകൾ കാണാം. നോ ട്രസ്പാസിംഗ്, ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ്. അതിനുമപ്പുറം പോകാൻ ശ്രമിച്ചാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനെത്തും. അതുകൊണ്ട് തന്നെ ഇന്നും പലരും ചോദിക്കുന്നു, ഇത്രയും സുരക്ഷ വെറും വിമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? അതിനുള്ള അമേരിക്കയുടെ മറുപടി എന്താണ്? വർഷങ്ങളോളം അമേരിക്ക ഏരിയ 51നെ കുറിച്ച് ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ 2013 CIA ആദ്യമായി ഏരിയ 51 എന്ന കേന്ദ്രത്തിൻ്റെ നിലനിൽപ്പ് ഔദ്യോഗികമായി അംഗീകരിച്ചു. എന്നാൽ ഏലിയനുകളെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. CIA പറയുന്നത് വളരെ വ്യക്തമാണ്. അവിടെ പുതിയ സൈനിക വിമാനങ്ങളും അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകളും പരീക്ഷിക്കുകയാണ്. സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് പോലുള്ള പദ്ധതികളുടെ പരീക്ഷണങ്ങൾ അവിടെ നടന്നതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ മറ്റൊരു ചോദ്യം ഉയരും. അങ്ങനെയെങ്കിൽ ഇത്രയും രഹസ്യമാക്കി വെക്കേണ്ടത് എന്തിനാ? ഉത്തരം ലളിതമാണ്. ലോകത്തിലെ എതിരാളി രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ ഏറ്റവും പുതിയ സൈനിക സാങ്കേതിക വിദ്യകൾ ചോർത്താൻ കഴിയാതിരിക്കാനാണ്. പക്ഷെ അത് മാത്രമാണോ സത്യം? അതിന് ഇന്നും ഉറച്ച മറുപടി ആരുടെയും കൈവശമില്ല. എന്നാൽ 2019 നടന്ന ഒരു സംഭവം ഏരിയ 51നെ വീണ്ടും ലോക ശ്രദ്ധയിലെത്തിച്ചു. ഒരു തമാശ ഫേസ്ബുക്ക് ഇവന്റിൽ വൈറലായി. അതിൻ്റെ പേര് സ്റ്റോം ഏരിയ 51, ദേ കാൺ സ്റ്റോപ്പ് ഓൾ ഓഫ് അസ്. ആശയം വളരെ ലളിതം. എല്ലാവരും ഒരുമിച്ച് ഓടിയാൽ ആർക്കും എല്ലാവരെയും ഒരുപോലെ തടയാൻ സാധിക്കുകയില്ല.
ലക്ഷക്കണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് രേഖപ്പെടുത്തി. ലോകമാധ്യമങ്ങൾ പോലും ഇത് വാർത്തയാക്കി. പക്ഷേ യഥാർത്ഥ ദിവസം വന്നപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അവിടെ എത്തിയത്. അവരും സുരക്ഷാ വില തകർക്കുകയോ കേന്ദ്രത്തിലേക്ക് കയറുകയോ ചെയ്തില്ല. ഫോട്ടോകൾ എടുത്തു, ചിലർ ആഘോഷിച്ചു, അതിനുശേഷം എല്ലാവരും മടങ്ങിപ്പോയി. ഏരിയ 51 ഇന്നും അതേപോലെ രഹസ്യമായി തന്നെ തുടരുന്നു. അപ്പോൾ ഏരിയ 51 ശരിക്കും ഏലിയനുകളുണ്ടോ? ഇന്ന് വരെ അതിന് വിശ്വസനീയമായ ഒരു തെളിവും ലഭിച്ചിട്ടില്ല. പക്ഷേ ലോകത്തിലെ ഏറ്റവും രഹസ്യമായ സൈനിക ഗവേഷണ കേന്ദ്രങ്ങൾ ഒന്നാണ് അത് എന്നതിന് ശക്തമായ ചരിത്രരേഖകളും ഔദ്യോഗിക വിവരങ്ങളുമുണ്ട്. ഒരുപക്ഷെ ഏലിയനുകളേക്കാൾ വലിയ രഹസ്യം മനുഷ്യരുടെ സാങ്കേതിക വിദ്യ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ അറിയാത്ത മറ്റെന്തെങ്കിലും. സത്യം എന്താണെന്ന് ഉറപ്പിച്ച് പറയാൻ ഇന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഏരിയ 51 ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ ഒന്നായി തുടരുന്നത്.